ഹായ് ഗായ്സ്, ബിഗ് ബോസ് സീസൺ 6 25-ാം എപ്പിസോഡിലേക്ക് അതിൻ്റെ റിവ്യൂ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത്തിരി വഴി കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയും വിശദമായി പറയാനുണ്ട്. ഇന്ന് കുറച്ച് ലീവായതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഒരു ബെൽ മുഴക്കിയതിൻ്റെ പേരിൽ തുടങ്ങിയ ബഹളം പിന്നെ അവിടെ ചടപട കലഹമായിരുന്നു. ബിഗ് ബോസ് ഹൗസിൽ വലിയൊരു വിവാദമാക്കി മാറ്റി ഇന്നർവെയറും അതിൻ്റെ ഉള്ളിലുള്ള കാര്യം. അത് മൊത്തം വലിച്ചെഴുതിയത് ജിൻഡോ ആണ്. ജിൻഡോയെ അങ്ങോട്ട് ചൊറിഞ്ഞപ്പോൾ ജിൻഡോക്ക് കിട്ടിയ ശിക്ഷ വലിയതായപ്പോൾ അതിന് പകരം ജിൻഡോ അവർക്ക് കൊടുത്തത് ഇന്നർവെയർ എന്ന ടാസ്ക് പൊട്ടിച്ചുകൊണ്ടാണ്. അവിടെ പലരുടെയും മുഖങ്ങളിൽ പല ശൗര്യവും ജാസ്മിനൊക്കെ അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി കൂടെ നിൽക്കുന്ന വാലായി രശ്മിനും അർജുനനും ഗബ്രിയും ഒക്കെ കൂട്ടത്തോടെ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജിൻഡോയെ കൂട്ടത്തോടെ ആക്രമിച്ച് ജിൻഡോന് നേരെ പ്രൊവോക്ക് ചെയ്ത് ജിൻഡോന് ക്യാമറ ഫേസ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ജിൻഡോ ഇസ് എ പവർ ഗെയിം. അങ്ങനെ നാണം കെട്ട കളിയായാൽ ആ കളിയിലൂടെയും കയറി വരാനുള്ള ജിൻഡോയുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ, അവിടെ കാട്ടിക്കൂട്ടാനുള്ള എല്ലാ വഴികളും തുറന്നു വെച്ച് ജിൻഡോ കാണിക്കുന്ന ഗെയിം സ്ട്രാറ്റജി, അതൊക്കെ മാറ്റി നിർത്തി വെക്കുമ്പോൾ ജിൻഡോ നല്ലൊരു പ്ലെയർ തന്നെയാണ്. ജിൻഡോനെ നമുക്ക് ബെസ്റ്റ് ഗെയിമറാക്കാം. പക്ഷെ ജാസ്മിനും ഗബ്രിയും കാണിക്കുന്ന ഈ നാണംകെട്ട കളിക്ക് പകരമാകുന്നില്ലല്ലോ ഈ പറയുന്ന വാക്കുകളിലൊന്നും. അതിനേക്കാട്ടും വലിയ ചെറ്റത്തരം കാണിക്കുന്ന ഗബ്രിയും ജാസ്മിനും വേറൊന്നും പറയട്ടെ. റസ്മിൻ പവർ ഗ്രൂപ്പിൻ്റെ അംഗമായിട്ടും ഒരാളെ മാറ്റി നിർത്തി പലതും സംസാരിക്കുന്നു. അയാൾക്കുണ്ടാകുന്ന ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ അയാൾ പ്രതികരിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ശരിയാണ്, ഒരാളോട് മാത്രം ചർച്ച ചെയ്യാതെ മറ്റ് രണ്ടുപേരും തമ്മിൽ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനമെടുക്കുക. അപ്പോൾ സ്വയം തീരുമാനമെടുക്കാനുള്ള പവർ കീ എൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ ഞാൻ എന്തുകൊണ്ട് തീരുമാനമെടുത്തുകൂടാ എന്ന് ജിൻഡോയ്ക്കും തോന്നിക്കാണും. അങ്ങനെ പലതും അവിടെ ഗെയിമിൻ്റെയും ടാസ്കിൻ്റെയും ഒക്കെ ഇടയിലും ഈ പോലുള്ള ഫയർ ഗെയിം, അതായത് പൊട്ടലും ചീറ്റലും ഒക്കെ തുടരുകയുണ്ടായി. ഈ ഗെയിം സീസൺ പൊട്ടിത്തെറിക്കലും തന്തക്കവിളിയും മറ്റേ വിളിയുമൊക്കെയായി അങ്ങനെ കൂടിക്കൂടി വരുന്നു. ഈ തെറിവുകളും തെറിവിളിയും ചെറ്റവർത്താനമൊക്കെ മാത്രമായി മാറിക്കൂടുകയാണ് ബിഗ് ബോസിൻ്റെ ഈ എപ്പിസോഡുകൾ. എങ്ങനെ ഇത് തുടർന്നു, എങ്ങനെ ഇത് സ്റ്റാർട്ടായി? ആദ്യം നിങ്ങൾ വിളിച്ചപ്പോൾ ഇപ്പോൾ പലരും വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ തെറി സംഭാഷണത്തിൻ്റെ തുടക്കം എന്ന് പറയാം. പ്രേക്ഷകരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ജിറ്റുവിൻ്റെ ഭാഗത്തും ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പറഞ്ഞില്ലേ, ജിറ്റോക്ക് കമ്മ്യൂണിക്കേഷൻ കുറവ് ഇച്ചിരി കുറവാണ്. മറ്റുള്ളവരെ പോലെ കമ്മ്യൂണിക്കേഷനിൽ പിടിച്ചു നിൽക്കാൻ ജിറ്റോയ്ക്ക് പറ്റാറില്ല. അതൊരു ഫീൽഡ് തന്നെയാണ്. അത് മാറ്റി നിർത്തി അതിനേക്കാളും നല്ല തന്ത്രമായ ഗെയിം പോയിന്റിലൂടെ കൊണ്ടുപോകാൻ ജിൻഡോക്ക് പറ്റി. അപ്പോൾ ജാസ്മിനെ തിളപ്പിച്ച ഒരു കേസുമായാണ് ആ കേസ് നമ്മൾ കാണും. ജാസ്മിൻ കത്തുന്നു, ഫയറാകും. എന്തിനു വേണ്ടി? ഈ ചെറിയൊരു കാര്യത്തെ മറ്റൊരു വലിയ കാര്യമാണ് ജാസ്മിൻ കാണിക്കുന്നത്. നിസ്സാരമെന്ന് കരുതി അത് വിട്ടേക്കിട്ട കാര്യം വലിച്ച് ലാഗാക്കി അത് ഇൻ്റർനാഷണൽ പോലെ എത്തിക്കാൻ വളരെ ചീപ്പാണ് ജാസ്മിൻ. അതുപോലെ തന്നെ മറ്റുള്ളവരും ഇത് ചെയ്യുന്നു. ഒരു ബെല്ലിൻ്റെ പേരിൽ ഒരാൾക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ, അതായത് ബിഗ് ബോസ് ബില്ല് അടിച്ചതിൻ്റെ ശിക്ഷ കൊടുക്കുമ്പോൾ ഒരു ചെറിയ ശിക്ഷയായാലും അത് മാന്യമായി ചെയ്ത്
ജനങ്ങളെ തൃപ്തിപ്പെടുത്തണം ഗബ്രി. നിൻ്റെ ഒരു ഇങ്ങനെയാക്കി ആളെ പറ്റിക്കുന്നൊരു ശിക്ഷ വാങ്ങലൊക്കെ അത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. യു ആർ കട്ട് ഓഫ് ഫേക്ക്. നിൻ്റെ ഗെയിമിൽ പ്രേക്ഷകർക്ക് വിശ്വാസമില്ല. നീ പലരെയും ചതിക്കും. പക്ഷെ നിനക്കൊരു ആപത്തുണ്ടാകുമ്പോൾ പലരും കൂടെ നിൽക്കാൻ. നോ, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം നീ ഒരു പൂവാലനാണ്, നീ ഒരു കോഴിയാണ്. അതായത് നീ പെണ്ണുങ്ങളടക്ക് നിൽക്കുന്നില്ല എന്ന് നീ പറഞ്ഞിട്ട് നീ തന്നെ പെണ്ണുങ്ങളടക്ക് പൂവാലനെ പോലെ നടക്കുമ്പോൾ അതിനെ പിന്നെ കോഴി എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ പറ്റില്ല. നിനക്കുള്ള പേര് പലതുണ്ട് കേട്ടോ. ടാസ്കുകളിലൊക്കെ നീ തന്നെ ഒന്നാമതാവണമെന്നുള്ള നിൻ്റെ ഈ ഓവർ. എന്നിട്ടൊരു ഫോൺ ടാസ്ക് കൊടുത്തു, ചാർജ് കുറയാനും ചാർജ് കുറയ്ക്കാനും ഒക്കെ. പക്ഷെ അതിൽ വിന്നറായത് നീ തന്നെയാണ്. പക്ഷെ ആ ഗെയിമിലും നിൻ്റെ സ്വാർത്ഥത, നീ ജയിച്ച് മറ്റുള്ളവരെ അടിച്ച് തോൽപ്പിക്കണമെന്നുള്ളൊരു സ്വാർത്ഥപരമായ ചിന്താഗതി ഇവിടെ ഗബ്രിക്കുണ്ടായിരുന്നു. ചാർജിങ് പോർട്ടിൽ മറ്റൊരാളുടെ സാധനം വെക്കൽ, അപ്പോൾ അത് ഗബ്രീൻ്റെ ഇതായിരുന്നു അവസാനം കൊണ്ടുവച്ചത്. അപ്പോൾ ഗബ്രിയാണ് ആ ചാർജിങ് പോർട്ട് ഗെയിമിലെ വിന്നറായത്. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല. അതൊക്കെ വെറും പോയിൻ്റ് നിലവാരം മാത്രമാണ്. പക്ഷേ അവിടെ ഒരാളെ പരിക്കേൽപ്പിച്ച് നേടുന്ന വിജയം, ഒരാളെ മൂക്കിൻ്റെ മണ്ടയ്ക്ക് കുത്തിയ വികാരത്തെ പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്ത് അവിടെ വെല്ലുവിളി നേർത്തപ്പോൾ നിസ്സാരമാണ് അതൊക്കെ കാട്ടി ഒഴിഞ്ഞു മാറുന്ന ഗബ്രിയുടെ വേറൊരു മുഖം. റിയൽ ജീവിതത്തിലും ഗബ്രി ഇങ്ങനെയാണ്. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് മോശമാണെന്ന് പ്രതികരിക്കാനുള്ള റിയൽ ആറ്റിറ്റ്യൂഡ്, അതാണ് ഗബ്രി എന്ന ഈ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത്. ഒറ്റ തവണ സിനിമ കണ്ടിട്ട് ഞങ്ങളൊന്നും ഇവൻ്റെ സിനിമ കണ്ടിട്ട് പോലുമില്ല. ഇനി അഥവാ വന്നാലും ഇവൻ്റെ സിനിമ കാണാനും ഇനി ആഗ്രഹമില്ല. കാരണം അവൻ റിയൽ ഫേക്കാകുമ്പോൾ സിനിമയിൽ അവൻ്റെ അഭിനയം നമുക്ക് കണ്ടിട്ട് കാര്യം. റിയലിൽ നന്നാകുമ്പോൾ സിനിമയിൽ നമ്മൾ ആസ്വദിക്കും. നോ ഗബ്രി, നീ ഒന്നും നിൻ്റെ ഭാവി കാലത്തെക്കുറിച്ച് നീ ചിന്തിക്കാതിരിക്കുന്നതാണ്. അങ്ങനൊരു കാലം നിനക്കില്ല ഗബ്രി. സെലിബ്രിറ്റേഴ്സൊക്കെ അന്തസ്സുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ ആ അന്തസ്സ് നിലവാരം നീ കാണിക്കണം. സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നാണം കെടുക എന്നൊരു പേരിനല്ല, മറ്റുള്ളവരിൽ നിന്ന് പുകഴ്ത്തി അവിടെ ഫാൻസ് ബോയ് ഉണ്ടാക്കുന്ന ഒരു കലാ വിരുന്നാണത്. ആ വിരുന്നിൽ നിന്നെപ്പോലെ ചെറ്റത്തരം കാണിക്കുന്ന പെൺവാലനും പൂവാലനും എന്നുള്ള പേര് കേട്ടുകൊണ്ട് എന്ത് താരമൂല്യം കിട്ടാൻ ഇല്ല. യു ആർ അട്ടർ ഫേക്ക്. അതായത് നീ നിൻ്റെ കാര്യം മാത്രം സ്വന്തം നിലനിൽപ്പ് മാത്രം കൊണ്ട് മറ്റുള്ളവരെയൊക്കെ അവിടെ പിഴിയാൻ. ജാസ്മിനെയും നീ ചതിച്ചു. നീ ചതിക്കാത്ത പെൺകുട്ടി ഉണ്ടോ എന്നാണ് ഞാൻ പറയുന്നത്. നിൻ്റെ വിജയത്തിനും നിൻ്റെ ഇവയ്ക്കും മറ്റുള്ളവരെ ഇരയാക്കുക എന്ന ഒരു ബുദ്ധി നീ കാണിക്കും. അല്ലെങ്കിൽ നീ അവിടെ നിന്ന് നൈസായി ഒഴിഞ്ഞു മാറും. യെസ്, അതറിയാൻ പറ്റും. നിൻ്റെ ഒഴിഞ്ഞു മാറ്റവും റസ്മിൻ ഭായ് പറയുമ്പോൾ നീ പോകുന്ന പോക്ക് കണ്ടാക്കാൻ മനസ്സിലാക്കും. അട്ടർ ഫേക്ക്. നീ ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് കരുതി മറ്റുള്ളവർക്കും അബദ്ധം പറ്റാം. ആ അബദ്ധത്തിനെ വലിയ തീജ്വാലകളാക്കുന്ന നിൻ്റെയും ജാസ്മിൻ്റെയും കുടിലത്ത് ഈ കോംബോ ഗെയിം ഉണ്ടല്ലോ. അവൻ നല്ലവനാണ്, അവൻ നല്ലവനാണെന്ന് പറഞ്ഞു സ്വയം ഞാൻ തന്നെ നല്ലവനെന്ന് പറയുന്ന ഈ പൊട്ട ഗെയിം പ്രേക്ഷകർക്ക് മനസ്സിലാകില്ലെന്ന്. ഈ പ്രേക്ഷകർ എന്തൊക്കെ മണ്ടന്മാരാണ്. നിങ്ങൾ അവരെ അപ്പുറം ഇപ്പുറയും അവൻ നല്ലവനാണ് ഇവൻ നല്ലവനാണ് അങ്ങനെ പറഞ്ഞു മറ്റു കണ്ടസ്റ്റന്മാർക്കൊക്കെ നിങ്ങൾ 0 വില കൊടുക്കും. നിങ്ങൾ അപ്പുറം ഇപ്പുറയും പ്രൊട്ടക്ഷൻ കൊടുക്കും.
എന്ത് പ്രൊട്ടക്റ്റഡ് ആണോ ഇത്? തൻ്റെ അപ്പുറത്തെ ഒരുത്തത്തിൽ വിഷമിച്ച് കിടക്കും അവനെ സഹതാപിക്കുന്നതിന് പകരം നീ നിൻ്റെ കുടുംബകാര്യം മാത്രം നോക്കിക്കാണുന്ന എന്ത് സ്വാർത്ഥമായ മനസ്സാണ് നിങ്ങളുടേത്? ഈ മനസ്സുകൊണ്ടാണ് നിങ്ങൾ ഇൻഫ്ലുവൻസറും സെലിബ്രിറ്റികളും ഒക്കെ ആകുന്നത്. നിങ്ങളെ ഇങ്ങനെ അനുകരിച്ചാണ് നാളെയും നമ്മൾ ഫാൻസ് ബോയ് ആക്കേണ്ടത്. ജാസ്മിൻ നിങ്ങളുടെ യൂട്യൂബിൻ്റെയും ചാനലിൻ്റെയും മഹിമ പറഞ്ഞു കളിക്കുമ്പോൾ യു ആർ ബ്യൂട്ടി കോഷൻ, പക്ഷേ യു ആർ വെരി അജീനിയസ്. അതായത് തീരെ വൃത്തിയില്ലാത്തൊരു പെൺകുട്ടി. അതായത് വല്ലപ്പോഴും കുളിക്കുകയും വല്ലപ്പോഴും നൈജീനി തീരെ ഇല്ലാത്ത തൻ്റെ ബ്യൂട്ടി കോൺട്രവേഴ്ഷൻ ഒട്ടും ഇനി ജനങ്ങൾ ആവശ്യമില്ല. താൻ ചെയ്യുന്ന ബ്യൂട്ടിയൊക്കെ വളരെ മായം ചേർക്കലും പെയിൻറ് വാഷലും വെള്ളപൂശലുമാണ്. കാരണം ഇനിയുള്ള തൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരുപാട് നിഗൂഢതകളുണ്ട്. ആ നിഗൂഢതകളൊക്കെ ഫേസ് ചെയ്ത് നിൻ്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും. കാരണം ജനങ്ങൾ പറയുന്നതിന് അവസാന വിധി എന്ന് പറയുന്നത്. നീ ഇന്ന് സ്നേഹിച്ച ജനങ്ങളെ നീ വഞ്ചിക്കുകയാണ് ജാസ്മിൻ ഗബ്രി. അതായത് ഇനി നിങ്ങൾക്കൊരു അവസരം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ഷോയിൽ ഒരിക്കലും വിളിക്കരുത് എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ഇവരുടെ സ്വയം മുഖമാണ്. ഇവരുടെ സ്വയം വൃത്തികെട്ട രൂപങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പ്രേക്ഷകർക്ക് കാണാൻ ഒരു അവസരം ഉണ്ടാക്കിയത് ബിഗ് ബോസ്. യു ആർ ഗ്രേറ്റ്. ഇങ്ങനെയുള്ളവരുടെ മുഖം പുറത്ത് ചീന്താനുള്ള അവസരം ഉണ്ടാക്കി തന്നല്ലോ. ബിഗ് ബോസ് എന്നും തെറ്റ് ചെയ്യുന്നില്ല. കാരണം ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം പല രീതിയിൽ നിങ്ങൾ പറയുന്ന വാണിങ്ങൾ കൊടുത്ത് ബിഗ് ബോസ് കൂട്ടാൻ പോകുന്നു എന്നൊക്കെ അതൊരു ഫൈറ്റിൻ്റെ സിജോയുടെയും ഇവൻ്റെയും ഒക്കെ അടിപിടി കേസാണ്, റോക്കിയുടെയൊക്കെ. പക്ഷെ അതിൽ മോഹൻലാൽ ഒരു വാക്കുകൊണ്ടിങ്ങനെ വെറുതെ പറഞ്ഞ് അതുപോലെ തന്നെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞതല്ല. പറഞ്ഞിട്ടിങ്ങ് നൈസായിട്ട് കാര്യങ്ങൾ പറയാതെ പോയാൽ അതെന്ത് കാര്യമെന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ അത് റിയാക്ട് ചെയ്യുന്ന രീതി മാറ്റിപ്പിടിക്കണമായിരുന്നു. പക്ഷേ ഇവിടെ കൈ മനുഷ്യനെ തമ്മിൽ അടിക്കാനോ കയ്യാങ്കലിക്ക് വേണ്ടിയോ ശ്രമിക്കുന്ന ഏത് പെണ്ണോ ആണോ ആയാലും ആ നിയമത്തിന് എതിരെ നിൽക്കണമെന്നത് ബിഗ് ബോസ് ചട്ടമാണ്. അങ്ങനെ എന്തെങ്കിലും കയ്യാങ്കലി ആണോ പെണ്ണോ ചെയ്താൽ അപ്പം അടുത്ത് പുറത്താക്കിയേക്കണം. പിന്നെ അവിടെ രണ്ടാമതൊന്നും ആലോചിക്കരുത്. നിയമാവലിക്ക് തെറ്റ് ചെയ്ത് ഏത് നിയമത്തെയും അവിടെ വീണ്ടും അടിച്ച് പുറത്താക്കാതെ അവിടുന്ന് വീണ്ടും കുഴുങ്ങരുത്. അതിനുവേണ്ടി ശ്രമിക്കണം. അപ്പോൾ നൈസായി സ്കൂട്ടാക്കി കൊണ്ടവനായാലും കൊള്ളിച്ചവനായാലും അവിടെ രണ്ടുപേരും ശിക്ഷാർഹരാണ്. വാങ്ങിച്ചവൻ എന്തിന് വാങ്ങിക്കാൻ പോയി, കൊടുക്കാൻ പോയി കൊടുക്കാനുള്ള ഇൻസ്പിറേഷൻ കാണിച്ചു ഒക്കെ ഇതൊരു ഡിബേറ്റിൻ്റെ ഭാഗമാണ്. ആ ഒരു ഡിബേറ്റ് നടക്കുമ്പോൾ പിടിച്ചു മാറ്റാത്തവർ പിന്നീടത്തെ കാര്യത്തിൽ പിടിച്ചു മാറ്റണമെന്നും സേഫ് ആക്കണമെന്നൊക്കെ പറയുമ്പോൾ അതിലൊരു സത്യം കാണുന്നില്ല. പലരെയും അടിച്ചമർത്താനുള്ള വാക്ക് പോലും മാത്രമാണ് സ്വന്തം നിലനിൽപ്പിനെ മാറ്റി ന്യായീകരിക്കുന്ന ചില ഗബ്രികളെ പോലെയുള്ള ആൺകാട് അടക്കുന്ന ഒരാണ് വന്നാൽ സെക്ഷ്വൽ ഹറാസ്മെൻ്റ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഡ്രാമ എന്തിന് ഗബ്രി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ രതീഷിനെ പുറത്താക്കിയതുപോലെ തന്നെ നിന്നെയും ഔട്ടാക്കാം. കാരണം നീ ആ ഒരു കാർഡ് ഇറക്കി എന്തൊരു തത്വചിന്തകമില്ലാത്ത വ്യവസ്ഥയാണ്. നീതിന്യായ കോടതിയിൽ നീ ഇത്തരം പറയേണ്ടി വരും. കാരണം ഇതുപോലുള്ളൊരു നീതിന്യായ പ്ലാറ്റ്ഫോം ഇത് ഒരു റിയാലിറ്റി ഷോ. ഈ ഷോയിൽ നിയമിക്കേണ്ട നിയമങ്ങളെ നിങ്ങൾ പൂർണ്ണമായും പാലിച്ചിരിക്കണം. ആ പാലിക്കുന്നതിൽ തെറ്റുപറ്റുമ്പോൾ കണ്ടസ്റ്റിനെ എടുത്ത് പുറത്തിട്ടാൽ മതി. റിയാലിറ്റി ഷോ
ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. കാരണം പരസ്യമായി ഫൈറ്റ് ചെയ്യുമ്പോൾ അതൊരു തെളിവാകാരിയാണ്. ആ തെളിവിനെ മൂടി വെക്കാൻ മറ്റൊരു നിയമത്തിന് കഴിയില്ല. ക്യാമറ പേസിലൂടെ നമ്മൾ എന്ത് കാണുന്നത് തെളിവാണ്, ഫോക്കസ് ഓഫ് തെളിവ്. അപ്പം സൂം ചെയ്യുന്ന ഓരോ തെളിവുകളും നമ്മൾ എന്ത് പറയുന്നു, എന്ത് വേർഡുകൾ ഉപയോഗിക്കുന്നു ഒക്കെ അവിടെ ഫിക്ഷനാവും. അപ്പോൾ അത് പുറത്ത് വന്ന് ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലിരിപ്പ് പുറത്തു. അതിന് ശ്രമിക്കുന്ന ചീത്ത വേർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് അവിടെ പല രീതിയിൽ അപമാനിതരുണ്ടാവും. അത് പുറത്ത് വന്നാൽ നിങ്ങൾക്കറിയാൻ പറ്റും, നിങ്ങളുടെ ഫേസിൻ്റെ വിപരീത രൂപമുണ്ടാകും. അത് മനസ്സിലാക്കാതെ അവിടുത്തെ ഒരു 3 ദിവസത്തെ കാര്യത്തിന് വേണ്ടി മാത്രം പുറത്ത് കിട്ടേണ്ട എൻ്റെ നിലപാടിനെക്കുറിച്ചും എൻ്റെ പ്രയാസത്തെക്കുറിച്ചും നോക്കാതെ അവിടെ വേണ്ടാത്തതിനെയൊക്കെ ന്യായീകരിക്കാൻ പോയാൽ നിങ്ങളുടെ സമയം തീരുന്നല്ലാതെ, നിങ്ങളുടെ സമയം പോയി കിട്ടുമെന്നല്ലാതെ അത് വിജയത്തിനുള്ള പോരാട്ടമായി കരുതരുത്. ജാസ്മിൻ പിന്നെയും ആ ഒരു വിഷയം, രാവിലത്തെ മോർണിംഗ് വിഷയത്തിലുണ്ടായ കാര്യങ്ങൾ, ഇന്നലത്തെ വിഷയം പിന്നെ മോർണിംഗിൽ ചർച്ച ചെയ്തപ്പോൾ വീണ്ടും ജില്ലയുമായി പഴയ ഡ്രസ്സിൻ്റെയും വേണ്ടി പറഞ്ഞ വാക്കുപോലുകളും അവിടെയും പോക്കുന്നു. പിന്നെ ചട്ടോണിട്ട് ജിറ്റുവിനെ തല്ലാനൊക്കെ ശ്രമിക്കുന്നു. പാടില്ല ഒരിക്കലും. കയ്യാങ്കളിക്കോ ഫിസിക്കൽ അടിക്കോ ഒരു ചട്ടകം കഴിച്ചോ ഒരു തല്ലാനോ കൈ ഓങ്ങരുത്. ഓങ്ങിയിട്ടുണ്ട് ജാസ്മിൻ. അപ്പോൾ അതൊക്കെ ചെയ്തത് തെറ്റാണെങ്കിൽ ജിറ്റോ ചെയ്തത് തെറ്റ് കാണാൻ പറ്റില്ല. കാരണം അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അതിനൊക്കെ വലിയ കാര്യമാക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ ഡിബേറ്റിന് ചെയ്യാൻ പോയാൽ നിങ്ങൾ നാറുമെന്നല്ലാതെ പ്രവർത്തിച്ചവന് അത് നിസ്സാരം. കാരണം അവൻക്ക് നിങ്ങൾ ഒന്ന് അടിപിടി നടത്തണമെന്നുണ്ടാവും, നിങ്ങളെ ഒന്ന് തല്ലിക്കണമെന്നുണ്ടാവും, അവന് തല്ലാൻ ആഗ്രഹമുണ്ടാവും. അവന് പറ്റാത്തപ്പോൾ, അവൻ ഒറ്റപ്പെട്ടപ്പോൾ അവന് കിട്ടുന്ന ഗെയിം സ്റ്റാറ്റസ് അവന് വീട്ടിൽ. ഇറ്റ്സ് ബിഗ് ബോസ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പ്രൊവോക്ക് ചെയ്ത് മൈൻഡിനെ തളർത്തുക എന്ന്. അങ്ങനെ മൈൻഡ് തളരുമ്പോഴാണ് പിന്നെയും ഫൈറ്റിന് കഴിയാതെ അവിടെ തൂങ്ങിക്കിടന്നും അസുഖം വായിച്ചും ഉറങ്ങിയൊക്കെ സമയം കളഞ്ഞു. അത് ബിഗ് ബോസ് പറ്റില്ല. അതുകൊണ്ടാണ് ഓരോ ഉറക്കത്തിലും ഡോഗിൻ്റെ സൗണ്ട് ഇട്ട് വിളിച്ചുണർത്തുന്നത്. ഉറങ്ങാൻ പാടില്ല. ആക്ടിവിറ്റി മൂമെൻറ്റ് കൊണ്ടുവരും. ഗെയിം ടാസ്ക് സ്വയം ഗെയിം നടത്തും. പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ പറയും, രസകരമായി പാട്ട് പാടും, പല കോമഡി എൻ്റർടൈൻമെൻറ്റ് ചെയ്യും. ഒക്കെ ചെയ്യാനുള്ള സമയം നിങ്ങൾ കളഞ്ഞു കുടിക്കും. പല അപ്പുറയും സ്വയം അറിയാം. അതൊക്കെ ചെയ്യാം. അതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം ഗെയിമിലും കാര്യത്തിലും ഇത്തിരി ഫേക്ക് കാണിക്കണം, സത്യസന്ധത കാണിക്കണം, നിലവാരം കൂട്ടണം. മറ്റുള്ളവൻ്റെ താഴ്ചക്ക് നിലവാരം കൂട്ടുക നല്ല. അവനെയും നിലനിർത്തി കൊണ്ട് വിജയം മുന്നോട്ട്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ നിങ്ങളുടെ മാറ്റത്തിന് പ്രേക്ഷകർ കാത്തിരിക്കും. ബിഗ് ഫോർ